വെൽക്കം എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ പ്രസൻറ്റേഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് രണ്ട് പേർക്ക് സെയിം ആയിട്ടുള്ള നോളജ് ഉണ്ടെന്ന് കരുതുക. അപ്പം അവർ ആൻസർ ബുക്കിൽ എഴുതുന്ന ഡിഫറൻസ് കാരണം അവർക്ക് മാർക്കുകളിൽ പലപ്പോഴും വലിയൊരു അന്തരം ഉണ്ടാവാറുണ്ട്. അപ്പം അതിനു വേണ്ടി, അതായത് എങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് പേപ്പർ എഴുതുന്നതാണ് കൂടുതലായിട്ട് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. സിമിലർലി ഇത് പ്യുവർലി നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പേപ്പറുകൾ നോക്കിയ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഈ കാണുന്ന ടിപ്പിക്കലി നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പേപ്പറാണെന്നറിയാം. അപ്പം ഇതിൽ നമ്മൾ 3 ബാർകോഡുകൾ പേസ്റ്റ് ചെയ്യാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ബാർകോഡിൽ ഉണ്ടായിരിക്കുന്ന ആൽഫ ന്യൂമറിക് കോഡ്. ഇവിടെ ബാർകോഡിൻ്റെ കൂടെ ഒരു ആൽഫ ന്യൂമറിക് കോഡുണ്ട്. ആ ആൽഫ ന്യൂമറിക് കോഡ് തന്നെ ആയിരിക്കണം നിങ്ങൾ അറ്റൻഡൻസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ സൈൻ മേടിക്കാൻ തരുന്ന അറ്റൻഡൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ ബാർകോഡ് നമ്പർ ആണെന്നുള്ളത് വളരെ വെരിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂഷൻ തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യത. ഇത് പലരും കെയർലെസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അവർ ധൃതിയിൽ എഴുതുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല, ജസ്റ്റ് ആ എഴുതുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പോകും. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട ഒരു കാര്യമാണിത്. നെക്സ്റ്റ്, നിങ്ങൾ പേപ്പർ എഴുതി അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പം എപ്പോഴും കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ അവസാന ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിലും എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിനകത്ത് അറിയാവുന്ന അതിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റംപ്റ്റ് ചെയ്ത് ആദ്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്ത് 1 അല്ല 3 4 അറ്റംപ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ വാല്യൂ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് ആ കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരുവിധം അറിയാമെന്നുള്ളൊരു രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യാനൊരു സാധ്യത ഉണ്ടാകും. റൈറ്റ്. അതിനോടൊപ്പം നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ പേപ്പറിനെ കുറിച്ച് കിട്ടുന്ന ഒരു ഇംപ്രഷൻ വളരെ നെഗറ്റീവായിട്ടായിരിക്കാം തുടങ്ങുന്നത്. നെക്സ്റ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്ന അതേ കണ്ടൻറ്റ് തന്നെയാണ് റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സെൻറ്റൻസ് പോലും ആക്ച്വലി ഇതിനകത്തോട്ട് കൂടുതലില്ല. മേ ബി കുറവായിരിക്കും, ഒരു സെൻറ്റൻസ് എങ്കിലും കുറവായിട്ടാണ് ഇതിനകത്തുള്ളത്. പക്ഷേ നിങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം, ഈ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ഒരാൾക്ക് ഒബ്വിയസ്ലി മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നമുക്ക് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിൽ നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എപ്പോഴും തന്നെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത്, ഇക്വേഷൻസ് എപ്പോഴും ഇതുപോലെ തന്നെ ബോക്സിലിടാൻ ശ്രമിക്കുക. റൈറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഇക്വേഷൻ അത് ഫുൾ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചു നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ അറിയാൻ പറ്റൂ. ഇതൊരാളുടെ ശ്രദ്ധ എടുത്തു പറ്റുന്ന രീതിയിലാണ് ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വാല്യൂ ചെയ്യുന്ന എല്ലാവരും എല്ലാ ലൈനും വായിച്ചു നോക്കണമെന്നൊന്നുമില്ല. അവരുടെ മുമ്പിൽ വാല്യൂ ചെയ്യാൻ ധാരാളം പേപ്പറുകളുണ്ടാവും. അപ്പോൾ ഇതേ കണക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മേ ബി ആ കണ്ടൻസ് സെയിം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. ഇവിടെയാണെങ്കിലോ കറക്റ്റായിട്ട് അണ്ടർലൈൻ ചെയ്യാനുള്ളൊരു കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് ബോക്സിൻ്റെ ഫോമിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, നമ്മൾ ഇപ്പോഴും എഞ്ചിനീയറിങ്ങിന് മിസ്സാവുന്നൊരു കാര്യമാണ് ഫിഗേഴ്സ്. ആക്ച്വലി ഫിഗേഴ്സാണ് നമുക്ക് മാക്സിമം സ്കോർ ഉണ്ടാക്കി തരുന്നൊരു കാര്യം. ഇതിൻ്റെ ഇത്രയും ഭാഗം തിയറി എഴുതാവുന്ന ഒരാൾക്ക് അറിയാവുന്ന ഫിഗേഴ്സ് മാത്രമേ ഇതിനകത്ത് വരച്ചിട്ടുള്ളൂ. അഡീഷണലി പുതിയ ഫിഗേഴ്സ് ഒന്നുമില്ല. പലരും ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ കണ്ടൻസ് കംപ്ലീറ്റ് എഴുതി വയ്ക്കും. ബട്ട് ഈ കണ്ടൻസിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഫിഗർ. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒബ്വിയസ്ലി അവിടെ മാർക്കിന് വളരെ സാധ്യത കൂടും. നെക്സ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ടൈം മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ടോട്ടൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എണ്ണം അനുസരിച്ചൊന്ന് ലിമിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ള വ്യക്തമായ കണക്കിൽ എഴുതി തുടങ്ങണം. പല ആൻസേഴ്സും നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എലോബറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകും. അവസാന ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പം കാര്യം അവർക്കറിയായിരിക്കാം, മേ ബി ഹാഫ് എ പേജിലോ ഒക്കെ തന്നെ ലിമിറ്റ് ചെയ്യേണ്ട രീതിയിൽ അവർക്ക് എഴുതേണ്ടി വരാറുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ ഹാഫ് ആൻ അവറിൽ എഴുതേണ്ട കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ആദ്യം ഒരു ഐഡിയയോടുകൂടി അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. സപ്പോസ് നിങ്ങൾക്ക് ഓപ്ഷൻ സഹിതം 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസിനും ഒരേ ലെവൽ ഓഫ് നോളജാണ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ആ 3 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം.
റൈറ്റ്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരേ ലെവൽ ഓഫ് നോളജ് ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യുമ്പം നിങ്ങൾ എഴുതിയതിൻ്റെ നിങ്ങൾ ആ 3 ക്വസ്റ്റ്യന് ഇക്വലി നിങ്ങൾക്ക് അറിയാവുന്ന കരുതും. ബട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് മേ ബി 10 മാർക്കിന് എലിജിബിൾ ആണ്, മറ്റൊരെണ്ണത്തിന് 6 മാർക്ക് എലിജിബിൾ ആവത്തുള്ളൂ, മറ്റൊരെണ്ണത്തിന് 8 മാർക്ക് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ നോളജിൻ്റെ കാലം ആ വാല്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. നിങ്ങൾ ചിലപ്പോൾ എഴുതുമ്പോൾ അറിയാതെ നിങ്ങൾ കൊണ്ടുവരുത്തുന്ന കാര്യങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 3 ഓപ്ഷൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസേ അറിയത്തുള്ളൂ. അപ്പം പലരും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരുന്നാലും അവർ 3ാമത്തെ ഓപ്ഷൻ എഴുതാൻ പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി അറിയാവുന്ന 2 ഓപ്ഷൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്പെയർ ടൈം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും 3ാമത്തെ ഓപ്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. അതിന് പകരം ഈ ആദ്യം എഴുതിയിരിക്കുന്ന 2 എണ്ണത്തിൽ എന്തെങ്കിലും അഡീഷണൽ ഫിഗേഴ്സോ ഇക്വേഷൻസ് ബോക്സിനകത്ത് കാണിക്കുക, അതിന് വേണ്ടി തന്നെ ടൈം പ്രൊവൈഡ് ചെയ്യണം. ഞാൻ ഈ പറയുന്നത് 3 എണ്ണം നിങ്ങൾക്ക് ഒരേ ലെവൽ ഓഫ് നോളജിലല്ല, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് 2 എണ്ണേ അറിയാവൂ എന്നൊരു സാഹചര്യത്തിലാണ്. മറ്റേ നിങ്ങൾ എന്തെഴുതിയാലും 10ൽ 2 or 3 മാർക്കേ കിട്ടത്തുള്ളൂ എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് കണ്ടിട്ടുള്ളതാണ് ഈ ഇപ്പോൾ കാണിക്കുന്ന കണക്കുള്ള മേഴ്സി ആയിട്ടുള്ള വേഡിങ്സ് പലരും എഴുതി വയ്ക്കാറുണ്ട്. ഒരിക്കലും അങ്ങനത്തുള്ള വേഡിങ്സ് ഉപയോഗിക്കരുത്. കാരണം പലരും പേപ്പറിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തുള്ള മേഴ്സി വേഡിങ്സ് ഒക്കെ എഴുതാറുണ്ട്. അപ്പം ഇതേ കണക്കുള്ള വേഡിങ്സ് വഴി ആക്ച്വലി ആ പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ നെഗറ്റീവായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇത് അവസാന ഭാഗത്താണെങ്കിലും ഒരിക്കലും എഴുതാൻ പറ്റിയൊരു കാര്യമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കണ്ടൻറ്റ് നീറ്റ്ലി അല്ലെങ്കിൽ ക്ലീൻലി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാവണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ വർക്കിങ്ങിൽ ഇതുപോലെ നമ്പറിങ്സ് യൂസ് ചെയ്ത് എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് വായിക്കുന്ന ഒരാൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് കറക്റ്റ്ലി അറിയാമെന്നുള്ളൊരു ധാരണ അവിടെ ഉണ്ടാവും. നിങ്ങളിത് കണ്ടിന്യൂസ്ലി എഴുതി പോകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിച്ച് വായിക്കത്തില്ല. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കറക്റ്റ്ലി എഴുതുമ്പോൾ നിങ്ങൾ മാർക്ക് കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടാകാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ നമ്പറിങ്. പലരും നമ്പറിങ് അശ്രദ്ധമായിട്ട് രീതിയിൽ വേറെ നമ്പേഴ്സ് എഴുതാറുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ 5A ആണ് വരുന്നതിന് പകരം ചിലർ 6A എന്ന് എഴുതാറുണ്ടാവും. മേ ബി 6A എന്ന് പറയുന്നത് അവർ നേരത്തെ അറ്റംപ്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്പറിങ് നീറ്റ്ലി ആൻഡ് കറക്റ്റ്ലി തന്നെ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അതിനോടൊപ്പം അടുത്ത എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ എഴുതുമ്പോൾ ബോക്സിൽ വല്ലതും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന കേസുകളിൽ ഇത് കണക്ക് നമ്പർ ചെയ്ത് നിങ്ങൾ എഴുതുമ്പം അതും ഈ നമ്പറും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ നോക്കുന്നവർ ഈ കണ്ടിന്യൂസ്ലി ഇതേപോലെ എല്ലാ നമ്പേഴ്സ് കാണുമ്പോൾ വേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണെന്നുള്ളത് കരുതുകയും ചെയ്യാം. നെക്സ്റ്റ് കണ്ടിട്ടുള്ളത് ചിലർക്ക് സമയമുണ്ട് എന്ന് വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ഇരുന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും സെയിം ക്വസ്റ്റ്യൻസ് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണുന്ന കണക്ക് ഇതിനകത്ത് നമ്മൾ മാർക്കിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ്ലി നമ്മൾ 5ലാണ് മാർക്ക് വീണ്ടും എൻ്റർ ചെയ്യുന്നത്. അപ്പം എത്ര നമ്മൾ അലക്ഷ്യമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും കറക്റ്റ് ആ നമ്പറിൽ തന്നെയാണ് മാർക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഇതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പോകാതിരിക്കുക. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ജനറലി നിങ്ങൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ലോങ് വേയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പലപ്പോഴും നമ്മൾ ധൃതി പിടിച്ചെഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമാവാറുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. എനിവേ വായിക്കാൻ പറ്റുന്ന ഒരു ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗിലെങ്കിലും എഴുതാൻ ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജനറലി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ പെർസ്പെക്റ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് സ്കോറബിൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നുള്ളത്. സോ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.